എപ്പോഴെങ്കിലേ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു നായകനായിട്ടുണ്ട് ഇപ്പൊ സിനിമകളില്. പക്ഷെ നിരന്തരമായിട്ട് നായക നടനാവുന്ന സിനിമകൾ കിട്ടിയില്ല. ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റിയില്ല. അങ്ങനെയുള്ള നഷ്ടബോധങ്ങൾ അലട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വേണ്ട വിധത്തിൽ എന്നെ ഉപയോഗിച്ചിട്ടില്ല സിനിമ ഇല്ല, അങ്ങനെ? ഞാന് അന്ന് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ. ഏതിലോ ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അന്ന് എനിക്ക് വില്ലനാവാൻ കൂടുതൽ താല്പര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. വില്ലനാവണം. ഉം. എന്തോ അന്ന് അങ്ങനെയാണ് തോന്നിയിരുന്നത്. അത് ചിലപ്പോ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും പറയും ഒരു ആന്റി ഹീറോ ലൈനിലൊക്കെ നടന്നിരുന്ന കൊണ്ടാണോന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. ഉം. പണ്ടൊരു ചെറിയൊരു അങ്ങനെ ആയിരുന്നു. ട്രിവാൻഡ്രം ഭാഷയിൽ പറയായിരുന്നെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ചെറിയ മുട എന്ന് വേണമെങ്കിൽ പറയാം. ബുള്ളറ്റ് ഉണ്ടായിരുന്നു അന്ന്. ആ. ഡെനിം ജാക്കറ്റും ഫസ്റ്റ് ഡേയ്സ് ഫസ്റ്റ് ഡേയ്സിലേക്ക് ഡെനിം പോകുമ്പോഴേ ജാക്കറ്റും ബുള്ളറ്റ് ഡെനിം ഉണ്ട്. ജീൻസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ആ. നടന്നിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഹിന്ദി സിനിമയുടെ ഭ്രാന്തനാണ്. ആ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ശ്രീകുമാറിൽ ഹിന്ദി സിനിമ വരും. അപ്പുറത്ത് ഒരു ഇംഗ്ലീഷ് വരും വൈശാഖിൽ. എന്താ എന്താ പറയുക, മിനി തിയേറ്ററിൽ. ഉം. അപ്പോൾ ഇത് രണ്ടും കാണുക. എന്നിട്ട് ഇതിനനുസരിച്ചുള്ള ഡ്രസ്സ് അടുത്ത ആഴ്ച തയ്ക്കുക. ഇതൊക്കെയായിരുന്നു പരിപാടി. മുട്ടിൻ്റെ ഇവിടം വരെയുള്ള ബൂട്ട് ഉണ്ടാക്കുക. ഉം. അന്ന് ഉം. മുട്ടിൻ്റെ ഇവിടം വരെയുള്ള ബൂട്ട് ഇവിടെ ഒന്നും കിട്ടില്ല, ബോംബെയിലും എല്ലാം പോകണം. അപ്പോൾ ഇവിടെ വഴുതക്കാട് ഒരു കടയുണ്ട്. ഉം. വഴുതക്കാട് ഇറങ്ങി വരുന്നിടത്ത് 2-3 ബ്രദേഴ്സ് നടത്തുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇതുവരെയുള്ള ഉണ്ടാക്കി തരുമായിരുന്നു, ഇങ്ങനെ സിബ് ഇടുന്നു. അപ്പോൾ ഓക്കെ, ഓക്കെ, ഓക്കെ. ജീൻസ് ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ടിട്ട് സിബ് ഇങ്ങനെ ഇടുക. ഓ. എന്നിട്ട് കൈയില്ലാത്ത ബനിയാന്ന് വെച്ചാൽ മറ്റേ ഈ അടിച്ച് പെരുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കൈ പുറത്ത് കാണിക്കണ്ടേ. ആ. അപ്പോൾ ആ കൈയില്ലാത്ത ബനിയനിടും. എന്നിട്ട് ജാക്കറ്റ് ഊരി ഇങ്ങനെ തോളി പിടിച്ച് ഒക്കെ ഹിന്ദി സിനിമയുടെ ഭ്രാന്ത് തോന്നിയിട്ട് ചെയ്തത്. ഇപ്പൊ ഈ യുവജനോത്സവത്തിൽ തന്നെ ഞാൻ പറഞ്ഞ ആ ഷോട്ടിൽ കാണിക്കുന്നത് ഈ ലെഗ് റൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നിലത്ത് കിടന്നിട്ട്. അന്ന് കാലത്ത് ബോഡിക്കും അല്ലെങ്കിൽ എക്സസൈസ് റുട്ടീനൊക്കെ എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു? ഞാൻ ശരിക്ക് പറയുകയാണെങ്കിൽ എല്ലാവരും പറയുകയാണ് വീര കേരള ജിങ്കാനയിൽ പോയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ പോയിരുന്ന മോഹൻലാലാണ് ആ. റെസ്ലിങ്ങിന് ആ. പോയത്. ആ. ബോഡി ബിൽഡിങ്ങിനല്ല, റെസ്ലിങ്ങിന് പോയിട്ടുണ്ട്. ഞാൻ ശരിക്ക് പറഞ്ഞാൽ ജിമ്മിൽ പോയിട്ടില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഞങ്ങളൊരു 10-12 പേരുണ്ട്. ആ. വഞ്ചൂർ ഗ്രൂപ്പുണ്ട് ഋഷിമംഗലം. ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് വെയിറ്റ്സ് എടുത്തിട്ട് ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അല്ല ജിമ്മിലൊന്നും പോയതൊന്നുമല്ല. ഓ. ഓ. അതിൻ്റെ ഓ. കുറച്ച് വെയിറ്റൊക്കെയാണ് ഇപ്പോഴും കയ്യിലുള്ള ഡമ്പലും ഒക്കെ. ഡമ്പൽസൊക്കെ പോകുമ്പോഴും കൊണ്ടു നടക്കും. ആ. ആ. ഇപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാറില്ല. കാര്യം എന്ന് വെച്ചാൽ മിക്കവാറും നമ്മൾ ഈ തന്തവേഷമായില്ലേ, ഇനിയിപ്പോൾ എന്തിനാണെന്നൊരു തോന്നൽ എങ്ങനെ വരും. മറ്റത് കൈയൊക്കെ ഒന്ന് പടപ്പിച്ച് നിർത്തണം. ഇപ്പോൾ SIയുടെ ഒക്കെ ഒരു വേഷം വന്നു കഴിഞ്ഞാൽ അത് വേണം. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം അത് ഓക്കെ, അങ്ങനെ ഓക്കെ, ഒരു ഓക്കെ, സംഭവം ഓക്കെ. തോന്നാറില്ല. അതുകൊണ്ട് അധികം അങ്ങനെ എടുക്കാറില്ല. ജിമ്മിലേ പോയിട്ടില്ല അപ്പൊ ഇതുവരെ? ജിമ്മിൽ ഞാൻ പോയിട്ടില്ല. ഓ, അത് അത്ഭുതമാണല്ലോ. എല്ലാവരും പറയുന്നത് എന്നെ വീരകേരളയെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു, അവിടെ പോയിട്ടുള്ളവരുമൊക്കെ. ഉം. 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 ഞങ്ങൾ ഋഷിമംഗലത്ത് ഒരു വീട്, നൂപുരാന്നൊരു വീടുണ്ട് അവിടെ, ആ. ഋഷിമംഗലം. അതിൻ്റെ ടെറസിൽ, രണ്ടാമത്തെ നിലയുടെ മുകളിൽ ടെറസിൽ ഇതിട്ടിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പ്രദീപ് തമ്പി എന്നൊക്കെ പറഞ്ഞ പഴയ ബാച്ച് ഉണ്ടായിരുന്നു. ഉം. 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 മോഹൻ, പ്രദീപ് തമ്പി, ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ തന്നെയാണ് ചെയ്തിരുന്നത്. RSS കാലഘട്ടവും പ്രവർത്തിച്ച ആ ചെറിയ കാലഘട്ടം ഉണ്ടല്ലോ. ആ കാലഘട്ടം കുറച്ചുകൂടി മെയ്‌വഴക്കവും കുറച്ചുകൂടി ഡിസിപ്ലിനും ലൈഫിൽ ആഡ് ചെയ്തു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മെയ് വഴക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് കളരി പോയിട്ടുണ്ട് ഞാൻ. ആ. കളരി പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് കുറച്ച്. കാരണം ഇവിടെ മിക്കവാറും വരുമ്പോഴത്തേക്കും മറ്റേ ഇത് മറ്റേ ഇതുണ്ടല്ലോ ദണ്ഡ, ഉം. അത് കറക്കുന്നതൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ തന്നെ കൈയൊക്കെ വളഞ്ഞു വരാനും ഉം. ശരീരം മെയ് വഴക്കത്തിനൊക്കെ ആയിട്ട് കളരിയിലൊക്കെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഇതുണ്ട്. അതിൻ്റെ കുറേ ഇൻഫ്ലുവൻസ് ഉണ്ടാകൊണ്ടാണ് അയിത്തത്തിൽ ഒരു വടിത്തല്ല് ഉം. ഡൂപ്പില്ലാതെ ഉം. ഞാനെല്ലാവരും ചെയ്തേക്കണത്. ഉം. 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 ആ വടിത്തല്ല് ഒറ്റ ഷോട്ടിലൊക്കെ ലെങ്തി ഷോട്ട്സ് ഉണ്ട്, അതിൽ കറങ്ങി ഇങ്ങനെ അടിച്ചടിച്ചൊക്കെ പോകുന്നത്. അത് ഡൂപ്പില്ലാതെ ചെയ്ത രണ്ടുപേരും. RSSല് പ്രവർത്തിച്ച ആ ഒരു കാലഘട്ടം അതിനുശേഷവും അങ്ങോട്ടേക്ക് ഒരു സ്വയം സേവക പ്രവർത്തകനായിട്ട് തന്നെ എപ്പോഴും കാണുന്നതെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും യൂട്യൂബ് ചാനലിലെ പല വീഡിയോസൊക്കെ കാണുമ്പോൾ. ഇപ്പോഴും RSS എന്നുള്ള സംഘടനയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നുണ്ടോ സന്തോഷേട്ടൻ? RSS എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിസിപ്ലിൻഡ് ഒരു സംഘടനയാണത്. ഉം. ഉം. ചിലപ്പോൾ എനിക്കൊക്കെ കുറച്ച് അന്നത്തെ കാലത്ത് കുറച്ച് ഡിസിപ്ലിൻ വന്നതെങ്കിലും അതിൽ പോയിട്ടായിരിക്കണം. ഉം. അല്ലെങ്കിൽ ഒരിക്കലും വരാൻ സാധ്യതയില്ല. എന്നുവെച്ചാൽ അച്ഛൻ പുറത്തായിരുന്നു, ആഫ്രിക്കയിലായിരുന്നു. ഇവിടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ വിലസുന്ന ഒരു കാലമാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ പഴയ മന്ത്രിപുത്രന്മാരൊക്കെ ആയിരുന്നു. ഉം. 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 അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഗതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിസിപ്ലിൻ കുറേ വന്നത് ഈ ശാഖയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് പലതും ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഉം. ചെയ്യില്ല, ഉം. ഉം. സിഗരറ്റ് വലിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, ഓക്കെ, ഓക്കെ. അതൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ഇപ്പൊ ഏത് കാലഘട്ടത്താ ഒറ്റയിരുപ്പിന് 44 പെഗ്ഗൊക്കെ അടിച്ചിരുന്ന ആ കാലഘട്ടം? സിനിമയിൽ വന്ന ആദ്യ കാലഘട്ടം ഉണ്ടല്ലോ, ആ. ഇനീഷ്യൽ 85, ഡേയ്സ്. 86, 87 കാലഘട്ടത്തിലാണ് അതങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്.
എന്നുവെച്ചാൽ അന്ന് ഈ വെറുതെ രാവിലെ മുതൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ റൂമിൽ പോക്കില്ല, വീട്ടിൽ പോക്കില്ല, ഒന്നുമില്ലല്ലോ. അന്നിങ്ങനെ ഷൂട്ടിങ്ങിന് പോയി 10 ദിവസം ചോദിച്ചാൽ നമ്മൾ 4 ദിവസം വർക്കേ ഉള്ളെങ്കിൽ 6 ദിവസം കൂടെ നമ്മളവിടെ കാണും. അന്നത്തെ ഇതങ്ങനെയാണ്. ഇന്നങ്ങനെയല്ല. ഉം. നാളെ വർക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് വണ്ടിയുടെ സ്ഥലം വിടുന്നില്ല അവര്. മറ്റന്നാളത്തെ പോരെ? ഓക്കെ. എപ്പോഴാ എന്നിട്ട് പിന്നെ ആരോഗ്യത്തെ പറ്റി ചിന്ത വേണം, ഇത്രയും മദ്യപിക്കാൻ പാടില്ല, അങ്ങനെ ഒരു വീണ്ടും വിചാരം എപ്പോഴാ തോന്നിയത്? നമുക്ക് ദിവസവും എന്തെങ്കിലും ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും. ഒരു മടുപ്പ്. വാട്ട് നെക്സ്റ്റ് ഓക്കെ. എന്നൊരു തോന്നൽ വരും. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അമ്മാവനുണ്ട്. അമ്മാവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്. കോട്ടയത്തിരുന്ന അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, "കുഞ്ഞേ, നീ ഒരു ജന്മത്തിന് മേലുള്ള കുടിച്ചിട്ടുണ്ട്. ഇനി നീ കഴിക്കരുതെന്ന്" പറഞ്ഞു. "ഒരു കാര്യം സാധിച്ചു തരുമോ എന്ന്" ചോദിച്ചു ആദ്യം. ഞാൻ പറഞ്ഞു, "യെസ്." ഉം. ഞാൻ വാക്ക് കൊടുത്താൽ ഞാൻ മാറാറില്ല. ഉം. വാക്ക് പാലിച്ചിരിക്കും. ഇപ്പം എന്ത് സംഭവിച്ചാലും ആ വാക്ക് പാലിക്കും. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇൻ്റർവ്യൂവിന് ഇവിടെ ഇരിക്കുന്നത്. ഉം. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ മടിച്ചിരുന്നാണ്, ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് ഒരുപാട്. അപ്പോൾ ആ വാക്ക് കൊടുത്താൽ അത് പാലിക്കുക. അങ്ങനെ പാലിച്ചു. കഴിഞ്ഞ 10, 35 വർഷമായിട്ട് നിർത്തി വെച്ചു. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വൈനോ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഈ സിനിമയില് എത്തിയതുകൊണ്ട് അല്ലെങ്കിൽ സിനിമാ താരമായതുകൊണ്ട് പലപ്പോഴും സിനിമയുടെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടി ഇപ്പോൾ അതൊരു ട്രെൻഡായി വരുന്നുണ്ടല്ലോ. എപ്പോഴും ഒരു നിയമസഭാ ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ പലപ്പോഴും സിനിമാ താരങ്ങൾ കൂടി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ, ഇപ്പോൾ ഈ ആർഎസ്എസ് പിൻബലം കൂടി ഉള്ളത് കൊണ്ട് ചോദിച്ചോട്ടെ, എപ്പോഴെങ്കിലും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വന്നുകൊണ്ട് ഇലക്ഷൻ മത്സരിക്കണം, ജനങ്ങളെ സേവിക്കണം, അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിട്ടുണ്ടോ? ജനത്തിനെ സേവിക്കണം എന്നുണ്ട്. അതിപ്പോൾ ബി.ജെ.പിയുടെ പ്രവർത്തകനായിട്ട് തന്നെ വേണം നിർബന്ധമില്ലല്ലോ അതില്ല, ജനത്തിനെ അതില്ല. സേവിക്കാൻ. ബി.ജെ.പിയുടെ പ്രവർത്തകനായിട്ട് തന്നെ വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരിത് വന്നില്ല. ഞാൻ ആദ്യം ഇപ്പോൾ 16-ലോ 14-ലെങ്ങാണ്ടൊക്കെ എന്നെ ചില ഫ്രണ്ട്സ് വിളിച്ചതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. പ്രസംഗിക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിൽക്കാലത്ത് ഞാൻ പോയിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും വീഡിയോ ചോദിച്ചാൽ ഇട്ട് കൊടുക്കുമായിരുന്നു. അത് പലരും ചോദിക്കുന്നത് ഇവരാ ചോദിക്കുന്നത്. മറ്റവർ ചോദിക്കണില്ല. കാരണം ഞാൻ ആദ്യത്തെ പടത്തിൽ വന്നപ്പോഴേ കുറിയും കഴുത്തിൽ ചരടും ഒക്കെ ആയിട്ടാണ് വന്നത്. ഇപ്പം ഇവനതാണ് എന്ന് പറഞ്ഞാൽ അതിലെന്താ ഈ അർത്ഥം എന്ന് ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കോൺഗ്രസ്സിൽ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അവരുടെ പല പ്രോഗ്രാമിനും ഞാൻ പോകാറുണ്ട്. ഇപ്പം മറ്റേ വിഷുവാണി ബന്നൊക്കെ പറഞ്ഞ് നടക്കും ഗുരുവായൂരൊക്കെ. അവിടെ മറ്റേ ഈ കണ്ണാണശ്ശേരി ഭാഗത്ത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നടക്കുമ്പോഴത്തേക്ക് ഈ ദിവസം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളല്ലേ ഭരിക്കണം. എന്നെ വിളിച്ചിട്ട് ഞാൻ പോയിരുന്നില്ല. അതിൻ്റെ ഉദ്ഘാടനം ഞാനാണ് ചെയ്തത്. ഇപ്പോഴല്ല, കഴിഞ്ഞ ഒരു 3 ഇയേഴ്സോ 4 ഇയേഴ്സ് ബാക്കോ 5 ഇയേഴ്സ് ബാക്ക് അത് ചെയ്ത് ഞാൻ. അപ്പം അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സംഘം എന്നുള്ളത് ഞാൻ പോയിരുന്നു, എനിക്ക് വിശ്വാസമുള്ളൊരു സംഘടനയാണ് എന്നുള്ളൊരു സംഭവം വേറെയാണ് സംഘം. അത് ഓക്കെ. ബാക്കി ബി.ജെ.പി എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് അങ്ങനെ അധികം ഇല്ല. സുഹൃത്തുക്കൾ വിളിച്ചാൽ പോവും, അത്രേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ വിളിച്ചാലും ഞാൻ പോവും, മാർക്സിസ്റ്റുകാരും വിളിച്ചാലും പോവും. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലെ അത്ര സ്നേഹത്തോടു കൂടിയിട്ടൊന്നുമല്ല, ഒന്ന് ഇകഴ്ത്താനോ അല്ലെങ്കിൽ ഒന്ന് കളിയാക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കുറിയിട്ടിട്ടോ അല്ലെങ്കിൽ മാലയിട്ടോ നടക്കുന്ന ആളെ സംഘി എന്ന് കളിയാക്കി വിളിക്കുന്നൊരു രീതിയുണ്ട്. ഇത് കാണുമ്പോൾ ചൊടിക്കാറുണ്ടോ, ദേഷ്യം വരാറുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ വന്നിട്ടുള്ള ഒരുപാട് റീൽ വന്നല്ലോ. ആ. മിക്കവാറും അടിയിൽ നോക്കിയാൽ മൊത്തം തെറിയ. ഞാനത് വായിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് തിരിഞ്ഞ എൻ്റെ കൗണ്ടർ ഞാൻ പറയും, ടൈപ്പ് ചെയ്യില്ല. ഞാൻ ഇനി ടൈപ്പ് ചെയ്തിട്ട് വേണം ആദ്യം പിടിച്ച് കയറാൻ. എന്തിനാ അതിന് പോണത്? അവനെന്നെ അതോടുകൂടി വിടുന്നു. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊന്ന് വേഷം കെട്ടി നടക്കണമെങ്കിൽ അവനും കൂടെ തോന്നണം. അതിനുള്ളൊരു തൊലിക്കെട്ടി ചിലപ്പോൾ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട്. എനിക്ക് ആഭരണങ്ങൾ ഇഷ്ടമാണ്, ഞാൻ ഇടുന്നുണ്ട്. വസ്ത്രം ഇത് ഞാൻ 31 വർഷമായിട്ട് എൻ്റെ പാറ്റേൺ ഇതാണ്, മുണ്ടും. ഇടയ്ക്ക് ഗുരുവായൂർ താമസമാക്കിയപ്പോൾ തൊട്ട് അവിടെ ഡെയിലി അമ്പലത്തിൽ പോകും. അപ്പം അങ്ങനെ വന്നപ്പോൾ മുണ്ട് ഒരുപാട് വേണ്ടി വന്നുകൊണ്ട് പാൻറ്റിൽ നിന്ന് അങ്ങ് മാറിപ്പോയതാണ്.